Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ രണ്ട് ടോപ്പിക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഡിമാൻഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സപ്ലൈയെ കുറിച്ചുള്ള കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഒരു കാര്യം എന്താണ് ഡിമാൻഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ ഈസ് കോൾഡ് ഡിമാൻഡ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിനെ സംബന്ധിച്ചോളം എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ നമുക്ക് മനസ്സുണ്ടാവുക, വില്ലിങ് ആവുക നമ്മൾ. ഒപ്പം തന്നെ അത് വാങ്ങാനുള്ള കഴിവും നമ്മുടെ ഉണ്ടെങ്കിൽ അതിനെ തന്നെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, ജസ്റ്റ് നോക്കുക. പക്ഷെ അതിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് ദാറ്റ് വുഡ് ബി പർച്ചേസ്ഡ് പെർ ടൈം പീരീഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ എ ഗിവൺ മാർക്കറ്റ്. നമ്മുടെ നിലവിലുള്ള ഒരു മാർക്കറ്റിൽ പല വിലയ്ക്കും സമയത്തിനനുസൃതമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധനങ്ങൾ എത്ര വേരിയസ് ക്വാണ്ടിറ്റിയിൽ. ചിലപ്പോൾ നമുക്ക് വില കൂടിയ ഐറ്റം വെച്ചാൽ നമ്മൾ 1 കിലോ വാങ്ങുള്ളൂ, വില കുറയുന്ന സമയത്ത് 5 കിലോ വാങ്ങും. അപ്പോൾ അവിടെ ആ ഡിമാൻഡ് എന്നുള്ളത് പറഞ്ഞാൽ പല ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളും കൂടി ചേരുമ്പോൾ മാത്രമാണ് നമുക്ക് വില്ലിങ് ആവും വേണം പേയ്മെൻറ്റ് ചെയ്യാൻ, ഒപ്പം തന്നെ അത് പേ ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അതിനെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്തിനാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് അറ്റ് എ ഹയർ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി. വില കൂടുന്തോറും നമ്മൾ എന്താണ് ക്വാണ്ടിറ്റി കുറച്ചേ വാങ്ങുള്ളൂ. വിൽ ബി ഡിമാൻഡഡ് ആൻഡ് അറ്റ് ലോവർ പ്രൈസ് ആണെങ്കിൽ ഹയർ ക്വാണ്ടിറ്റി വാങ്ങും. ഇതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ലോ ഓഫ് മാർക്കറ്റ് ആണ് ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത് മാർഷലാണ്. അപ്പോൾ ഒരേ ഒരു കാര്യം ഫോക്കസ് ചെയ്യുക, വില കൂടുമ്പോൾ നമ്മൾ എന്താ ക്വാണ്ടിറ്റി കുറയ്ക്കും, വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൂട്ടും. ഇതിനാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ഇവിടെ ബയർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവരുടെ ആ ബയറുടെ ഇൻകം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ ഒരേപോലെ നിൽക്കുന്നു. റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ് ഒക്കെ ഒരേപോലെ എപ്പോഴും നിൽക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സിന് ഈ ഒരു ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കുക. ഒരു എക്സ്പെക്റ്റേഷനും പ്രൈസ് ചേഞ്ചിൽ നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന ഒരു സമയം. കമ്മോഡിറ്റി ഷുഡ് നോട്ട് ബി എ പ്രസ്റ്റീജ് കമ്മോഡിറ്റി. വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നുമല്ല ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ ചെയ്യുമ്പം കണക്കിലെടുക്കുന്നത്. പിന്നെ പോപ്പുലേഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതും. അപ്പോൾ ഈ ഒരു 6-7 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് ചോദിക്കാനുള്ള 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണെന്നുള്ളതാണ്. അതായത് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ബേസിസിലാണ്. ഡിമാൻഡ് ഷെഡ്യൂൾ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലിസ്റ്റ് ഓഫ് പ്രൈസസ് ആൻഡ് കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റീസ്. അതായത് 10 കിലോ സാധനം നമ്മൾ വാങ്ങുന്നത് അതിൻ്റെ വില 5 രൂപയാവുമ്പോഴാണ്, അല്ലെങ്കിൽ 10 രൂപ ഒരു കിലോന് വരുമ്പോഴാണ്. അപ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും അതിൻ്റെ പ്രൈസ് ലിസ്റ്റും കൂടി കാണിക്കുന്നതിനാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 1 കിലോ വാങ്ങുമ്പോൾ 500 രൂപ, 2 കിലോ വാങ്ങുമ്പോൾ 1000 രൂപ. പക്ഷെ അങ്ങനെ വാങ്ങുന്ന സമയത്ത് വില കൂടുന്തോറും നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ചാർട്ടിൽ കാണിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഡിമാൻഡഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. ഓരോ പ്രൈസ് ലെവൽ വരുന്ന സമയത്ത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി, അപ്പോൾ 1000 രൂപയാണ് ഒരു സാധനത്തിൻ്റെ ഒരു മിനിമം വില എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ അവിടെ ചിലപ്പോൾ അത് 1 കിലോ ആണ് വാങ്ങുള്ളൂ, അല്ലെങ്കിൽ 2-3 കിലോ വാങ്ങുന്ന സ്ഥലത്തായിരിക്കും അത് കുറയുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങാൻ ഡിമാൻഡ് ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ഡിഫറെൻറ്റ് പ്രൈസിനെ കാണിക്കുക മാർക്കറ്റിൽ. അതിനെയാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഡിമാൻഡ് ഷെഡ്യൂൾ എത്ര തരത്തിലുണ്ട്? ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ കൺസ്യൂമറും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിൾ പ്രൈസസിൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന വേരിയസ് ക്വാണ്ടിറ്റിയിൽ ഒരു കമ്മോഡിറ്റി തന്നെ. ഇപ്പോൾ 2 കിലോ വാങ്ങുന്ന സമയങ്ങളുണ്ട്, നമ്മൾ 5 കിലോ വാങ്ങുന്ന സമയങ്ങളുണ്ട്, 1 കിലോ വാങ്ങുന്നുണ്ട്, 10 കിലോ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ആ പ്രൈസ് മാറുന്നതിനനുസരിച്ചാണ് നമ്മൾ ക്വാണ്ടിറ്റിയിലും ചേഞ്ചസ് വരുത്തുന്നത്. പിന്നെ വരുന്നത് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളാണ്. ഇൻഡിവിജ്വൽ ആകുമ്പോൾ ഒരു വ്യക്തി വാങ്ങുന്നത് എന്നുള്ളത്. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ പറയുന്നത് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ബൈ ഓൾ കൺസ്യൂമേഴ്സ്. ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ആ ഒരു മാർക്കറ്റിൽ മൊത്തത്തിൽ എത്ര ക്വാണ്ടിറ്റി അവിടെ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നു അതിൻ്റെ അതായത് ഓരോ ഇൻഡിവിജ്വലും ചെയ്യുന്നതിന് സമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു മാംഗോൻ്റെ വിലയാണ് പെർ ഡസൻ. പ്രൈസസ് ഓഫ് മാംഗോ പെർ ഡസൻ, ഒരു ഡസന് 5 രൂപ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വാങ്ങുന്നതാണ് ABCDE പറഞ്ഞിട്ട്. അതെല്ലാം കൂടി സമപ്പ് ചെയ്യുമ്പോൾ അതെന്തായി മാർക്കറ്റ് ഡിമാൻഡായി മാറി. ഇതാണ് അതിൻ്റെ ഒരു ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ പ്രത്യേകത.
പിന്നെ വരുന്ന ഡിമാൻഡ് കർവാണ്. ഇത് നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുകയാണ്. ഒരു ഗ്രാഫിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഡിമാൻഡും അതേപോലെ പ്രൈസും കാണിക്കുകയാണ്. ഡിമാൻഡ് ഷെഡ്യൂൾ ഗ്രാഫിക്കലി കാണിക്കുന്നതിനാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവ് എന്താണ്? ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഇവിടെ എന്ത് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് വരുമ്പോൾ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിന് എക്സ് ആക്സിസിലും പ്രൈസിനെ വൈ ആക്സിസിലുമാണ് കാണിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഡിമാൻഡ് കർവാണ്. ഡിമാൻഡ് കർവ് രണ്ട് തരത്തിലാണ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് കർവും ഉണ്ട്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ഡസൻ ഇവിടെ ഡിമാൻഡ് എത്രയാണെന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഡസനാകുമ്പോൾ 5 രൂപ, 2 ഡസനാകുമ്പോൾ 10 രൂപ. അപ്പോൾ ആ പ്രൈസിനനുസരിച്ചാണ് ആ ക്വാണ്ടിറ്റി ഡിമാൻഡും അതിൻ്റെ പ്രൈസുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് കർവ് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. നമുക്ക് വില കൂടുന്തോറും എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസും വൈ ആക്സിസും കൂടിയിട്ട് ആ കണക്ട് ചെയ്തിരിക്കുന്ന ലൈൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. 25 രൂപ 25 രൂപ ആവുന്ന സമയത്ത് നമ്മൾ എത്ര വാങ്ങുന്നു? 1 കിലോയിലേക്ക്. 20 രൂപയാവുമ്പം 2 കിലോ, 15 രൂപയാവുമ്പോൾ 3 കിലോ, 10 രൂപയാവുമ്പോൾ 4 കിലോയിലേക്ക്, 5 രൂപയാവുമ്പോൾ നമ്മൾ 5 കിലോ വരെയും പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളിനെ ആഡ് ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത് എന്നുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് മാർക്കറ്റ് ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡിനും പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റും. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, പ്രൈസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഇൻവേഴ്സ് റിലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 5 രൂപ മുതൽ പ്രൈസ് 25 രൂപയാവുന്നു. ഡിമാൻഡ് ചെയ്യുന്ന 8 ഡസൻ, 14 ഡസൻ, 19 ഡസൻ എന്നുള്ള ആ ഒരു റേഞ്ചിലേക്കാണ് അത് കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കമ്മോഡിറ്റിയുടെ പ്രൈസാണ്. പിന്നെ ഏത് തരത്തിലുള്ള കമ്മോഡിറ്റി എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ചില കംഫർട്ടബിൾ ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, പ്രസ്റ്റീജിയസ് ഗുഡ്സ് ഉണ്ട്, അതൊക്കെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഡ്യൂറബിൾ ഗുഡ്സ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നേച്ചർ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോ കൺസ്യൂമറിൻ്റെ ഇൻകം ലെവലും വെൽത്തും. നല്ല പണമുള്ള ആളാണെന്ന് വെച്ചാൽ ഏത് ആഡംബര വസ്തുക്കളും വാങ്ങാൻ പറ്റും, അവർ കൂടുതൽ എമൗണ്ട് കൊടുക്കാൻ റെഡി ആയിരിക്കും. പക്ഷെ ഒട്ടും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം അവർ വിലയ്ക്ക് അനുസൃതമായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി പർച്ചേസിലൊക്കെ ഡിഫറൻസ് വരുത്തും. അപ്പോൾ വേറൊരു ഘടകം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഇൻകവും വെൽത്തും ഒക്കെയാണ്. പിന്നെ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഒക്കെയാണ്. ഫാഷനും ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് അവരെന്താണോ പ്രിഫർ ചെയ്യുന്നത്, അവരുടെ ടേസ്റ്റ് എന്താണോ, അവരെത്ര വാങ്ങാൻ റെഡിയാണ്, അവരുടെ കയ്യിലെ ഇൻകം ഒക്കെ നോക്കിയിട്ടാണ് ആ ഡിമാൻഡും ആ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അത് റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസാണ്. റിലേറ്റഡ് ഗുഡ്സ് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഗുഡ്സുകൾ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് പറഞ്ഞാൽ ഒരു ഗുഡ്സ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ തീരെ കിട്ടാനില്ലെങ്കിൽ നമ്മൾ പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എക്സാമ്പിൾ എപ്പോഴും ടീ കുടിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താ കോഫി ആണെങ്കിലും ചെയ്യാം. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ പ്രത്യേകത. പക്ഷേ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്ന് പരസ്പരം ഒന്നിനോട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഒറിജിനൽ കമ്മോഡിറ്റിയുടെ വില ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ വില അവിടെ കൂടുകയാണ് ചെയ്യുക. കാരണം ഒറിജിനൽ ആ കമ്മോഡിറ്റി അവിടെ കിട്ടാനില്ല, പക്ഷേ അതിൻ്റെ ഒപ്പം കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഗുഡ്സും കൂടി ഉണ്ടെങ്കിൽ അതിനെന്താണ്, കാരണം പ്രൈസ് കുറയുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നിലേക്ക് അവിടെ സ്വിച്ച് ഓൺ ചെയ്യണം. ആ ഒരു പ്രത്യേകത. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഒരു പെന്നിൻ്റെയും മഷിയുടെയും വില, ഇഫ് ദ ഡിമാൻഡ് ഫോർ പെൻ ഡിക്രീസസ്, പെന്നിൻ്റെ ഡിമാൻഡ് അവിടെ കുറയുമ്പം പെന്നുണ്ടെങ്കിലാണല്ലോ നമുക്ക് മഷിക്കും അവിടെ ഡിമാൻഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മഷിയുടെ വില എന്താണ്, അതും കൂടിയിട്ട് കുറയുന്നു. അപ്പോൾ അവിടെ കണക്റ്റഡ് ആയ ഗുഡ്സിൻ്റെ കാര്യമാണ് ഈ കോംപ്ലിമെൻ്ററി ഗുഡ്സിൽ പറയുന്നത്. ഇപ്പോൾ വണ്ടി, അതിൻ്റെ ചക്രങ്ങൾ, അതേപോലെ തന്നെ പെന്ന്, ഇങ്ക്, അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോംപ്ലിമെൻ്ററി. അപ്പോൾ ഒന്നിന് വില കുറയുമ്പം തീർച്ചയായിട്ടും മറ്റേതിൻ്റെ ഡിമാൻഡ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ് വേറൊരു ഘടകം എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി എക്സ്പെക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസിലും ക്വാണ്ടിറ്റിയിലൊക്കെ പർച്ചേസ് ചെയ്യുന്നതിൽ വ്യത്യാസം വരാം. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്, അവരെത്രത്തോളം അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്, അതിനനുസരിച്ച് അവരുടെ പർച്ചേസിങ് പവർ എങ്ങനെ ചെയ്യുന്നുണ്ട്, അതൊക്കെ വേറൊരു ഘടകമാണ്. യൂസ്ഫുൾനെസ് ആണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് വേണം, അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളതിൻ്റെ രണ്ടാമതൊരു പർച്ചേസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു. ഇപ്പോൾ ക്രിസ്മസ് കാർഡ് എന്ന് പറയുന്നത് അത് നവംബറിൽ തുടങ്ങിയിട്ട് ജനുവരി ആകുമ്പോഴേക്കും കഴിയും. അപ്പോൾ അത് ഏത് സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അനുസരിച്ചാണ് അവിടെ
ഡിമാൻഡ് വരുന്നത്. പോപ്പുലേഷനിൽ ചേഞ്ച് വരുന്ന സമയത്ത് ഇപ്പോൾ വൻതോതിൽ പോപ്പുലേഷൻ അവിടെയെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ അവിടെ പർച്ചേസിങ് അവിടെ കൂടുകയാണ്. പോപ്പുലേഷൻ കുറഞ്ഞു വരുന്ന രാജ്യത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഡിമാൻഡ് അവിടെ കുറയുന്നു എന്നുള്ളതാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഇൻകവും വെൽത്തൊക്കെ ഒരു സൊസൈറ്റിയിലെ ഡിമാൻഡിനെ, കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ ഡിമാൻഡ് ഓഫ് ദ ഗുഡ്സ് ഒക്കെ കംഫർട്ട് ആയിരിക്കും, ലക്ഷറീസ് ഒക്കെ ഗ്രേറ്റർ ആയിരിക്കും. പിന്നെ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ, പിന്നെ മൊത്തത്തിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ പൈസ എത്രത്തോളം സർക്കുലേഷൻ നടക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, അതിൽ വരുന്ന ചേഞ്ചസും നമ്മുടെ ഈ വാങ്ങാനുള്ള കഴിവിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നോളജിക്കലി വരുന്ന മാറ്റങ്ങൾ കൂടുതലായിട്ട്, പിന്നെ കാരണം ഓൾഡർ തിങ്സ് ഒന്നും പലരും അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. കാരണം പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ ലേറ്റസ്റ്റ് ആയതിലേക്കാണ് എല്ലാവരും പോകുന്നത്. ഇപ്പോൾ റേഡിയോ റീപ്ലേസ് ചെയ്തു, ഗ്രാം ഫോൺ പോലെ ടെലിവിഷൻ, റേഡിയോ വന്ന് റേഡിയോ പോയപ്പം ടെലിവിഷനായി, ടെലിവിഷൻ പോയപ്പോൾ അത് കമ്പ്യൂട്ടേഴ്സ് റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഓരോന്നും ബിസിനസ് സൈക്കിൾ വേറൊരു കാരണം നല്ല ബൂം പീരീഡ് വരിക, അതുപോലെ എല്ലാ കമ്മോഡിറ്റിക്ക് ഇൻക്രീസ് ആവും ബൂം പീരീഡ് വരുമ്പം. പിന്നെ സ്ലംപ് ആവുന്ന സമയത്ത് കമ്മോഡിറ്റീസ് ഒക്കെ ഡിക്രീസ് ആവുക. പിന്നെ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്, ചില ആളുകൾ കൂടുതലായി ചില പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു എന്നുള്ളതൊക്കെയാണ്. നമ്മുടെ നെയ്ബർ വാങ്ങുന്നു, റിലേറ്റീവ്സ് വാങ്ങുന്നു, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് അവർ പറഞ്ഞ് കേട്ടാൽ ആ അറിവ് കൊണ്ട്, അവരുടെ ഡെമോൺസ്ട്രേഷൻ കൊണ്ട് തന്നെ ആ ഒരു ഇഫക്റ്റ് കൊണ്ടും നമ്മളിതിലേക്ക് വരാറുണ്ട്. പിന്നെ ക്രെഡിറ്റ്, നമുക്ക് ഇതൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, വിവരങ്ങൾ അറിയാം, പക്ഷെ പണമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ള അടുത്ത കൺസ്യൂമർ ഡ്യൂറബിൾസിനൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള പൈസ കിട്ടുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മളൊരു കൈ നോക്കും എന്നുള്ള ആ ഒരു അവസ്ഥയാണ് അവിടെ. അപ്പോൾ 15ഓളം ഫാക്ടേഴ്സാണ് ഈ ഒരു ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഡിമാൻഡ് ഫംഗ്ഷൻ പറയുന്നുണ്ട്. ഇവിടെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പല ഡിറ്റർമിനൻസ് ആണ് ഡിമാൻഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ആൾജിബ്രിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനെ തന്നെയാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വഴി ആ റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. PYT PSU എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഡി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ്. എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ? അവിടെ ഡി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി, എത്ര ഡിമാൻഡ് ചെയ്തു, പി പ്രൈസ്, വൈ ഇൻകം, ടി ടേസ്റ്റ്, പി എസ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, യു കൺസ്യൂമർ എക്സ്പെക്ടേഷൻ, എഫ് ഫംഗ്ഷൻ ഓഫ്. ഇത്രയും ഘടകങ്ങൾ ചേരുമ്പോഴാണ് ആ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ അവിടെ നടക്കുന്നത്. പിന്നെ പറയുന്നത് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും എങ്ങനെയത് കോൺട്രാക്ഷൻ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുന്നത്, ചുരുങ്ങുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക, ചെറുതിൽ നിന്ന് വലുതായി പോകും എക്സ്റ്റൻഷൻ, മെയിനായിട്ടുള്ളതെന്ന് ചുരുങ്ങി പോകുമ്പോൾ അത് കോൺട്രാക്ഷനായി ആ ഡിമാൻഡ്. ആ ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതും Q1 P1 കണക്ട് ചെയ്തത്, അത് പിയും ക്യൂവും തമ്മിലുള്ളത്, P2 Q2 തമ്മിൽ റിലേഷൻ, ആ ഒരു ഇത് നോക്കിയിട്ട് നമ്മൾ കർവ് വരയ്ക്കുമ്പോൾ തന്നെ അവിടെ ഡിമാൻഡിൻ്റെ ആ ഒരു എക്സ്പാൻഷനും കോൺട്രാക്ഷനും അവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാണ് കോൺട്രാക്ഷൻ പറഞ്ഞാൽ അത് ചുരുങ്ങി വരിക, എക്സ്പാൻഷൻ പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങനെ കൂടി വരിക എന്നുള്ളതാണ്. പിന്നെ ഡിമാൻഡ് കർവിലേക്ക് വരുന്ന ഷിഫ്റ്റാണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പോഴും നമുക്കറിയാം ഡിമാൻഡ് പ്രൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഇൻകം, പോപ്പുലേഷൻ, ടേസ്റ്റ്, പ്രിഫറൻസ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ടാണെങ്കിൽ അതിനെയാണ് ഇത് പറയുന്നത്. പ്രൈസ് അല്ലാതെ മറ്റുള്ള ഫാക്ടർ കൊണ്ടാണ് ഡിമാൻഡ് ചേഞ്ച് ആവുന്നതെങ്കിൽ അതിനെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്നും പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കർവ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റൈറ്റ് ഓർ ടു ലെഫ്റ്റിലേക്ക് ആയിരിക്കും. അപ്പോൾ റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ഇൻക്രീസ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് വേർഡിലേക്ക് ആണെങ്കിൽ അതിനെയാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് നോക്കേണ്ടത് ഡിഫറൻസ്, മൂവ്മെൻറ്റും അതേപോലെ ഷിഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മൂവ്മെൻറ്റ് ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ്, പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ചേഞ്ച് ആകുമ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാവണം. ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പം ഫാക്ടേഴ്സ്, പ്രൈസ് അല്ലാത്ത മറ്റേതെങ്കിലും ഫാക്ടർ കൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ച് വേറെ ഒന്നിലേക്ക് പോകുന്നു. മൂവ്മെൻറ്റിൽ വരുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് വരുത്തിരുന്നത്. ഇപ്പോൾ ഡിമാൻഡ് നേരത്തെ എക്സ്പാൻഡ് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ക്വാണ്ടിറ്റി വാങ്ങുന്നത് ഡിമാൻഡ് ചെയ്യുന്നതിലേക്ക് ഡിഫറൻസ് വരാം, അത് മൂവ്മെൻ്റ് ആണ്. ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഡിമാൻഡിലെ ചേഞ്ച് വരിക, അതായത് ഡിമാൻഡ് കൂടുക കുറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. മൂവ്മെൻറ്റ് അപ്വേർഡ് മൂവ്മെൻറ്റും ഉണ്ട് ഡൗൺവേർഡും ഉണ്ട്. ഷിഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് വേർഡും ലെഫ്റ്റ് വേർഡും ആണ് വരുന്നത്. മൂവ്മെൻറ്റ് എപ്പോഴും സെയിം ഡിമാൻഡ് കർവ് തന്നെ പോകുന്നുണ്ടാവുക. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ന്യൂ ഡിമാൻഡ് കർവ് അവിടെ വരയ്ക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിലൊരു ടോപ്പിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നുണ്ട്. എലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം എക്കണോമിക്സിലെ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ അനദർ നമ്മൾ ഒരു വേരിയബിൾ എടുക്കുമ്പോൾ ആ വേരിയബിളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ തൊട്ടുള്ള അതിനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന വേരിയബിളിലും ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ അതിനെ തന്നെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് മെഷർ ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്. കാരണം പ്രൈസും ക്വാണ്ടിറ്റിയാണ് രണ്ട് വേരിയബിൾസ്. അതിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ മാറ്റങ്ങളും എവിടെയും കാണും, ക്വാണ്ടിറ്റിയിലും കാണുകയാണെങ്കിൽ അതിനാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ 4 തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഇൻകം ഉണ്ട്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഓരോ നോക്കാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പേരുന്നേ അറിയാൻ പറ്റും. അവിടെ പ്രൈസിൽ വരുന്ന ചേഞ്ച്, മെഷർ റെസ്പോൺസിവ്നെസ് ഡിമാൻഡ് ടു ചേഞ്ച്. പ്രൈസ് ചേഞ്ചിനനുസരിച്ച് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആയിരിക്കുക. അതാണ് ഈ ഒരു ചേഞ്ചിൽ പറയാനുള്ളത്. അതിൻ്റെ ഇക്വേഷനും ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൽ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് 4 തരത്തിലുള്ള ഡിമാൻഡുകൾ വരുന്നുണ്ട്. പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ പ്രൈസും ക്വാണ്ടിറ്റിയും പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. കർവ് ഈക്വൽ ടു ആൽഫ കാണിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻഫിനിറ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ് ഇവിടെ വരുന്നത്. ഇതൊരു ഇമാജിനറി ഡിമാൻഡ് കർവാണ്. കാരണം റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു കമ്മോഡിറ്റി അവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിട്ട് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് ചെറിയ ഒരു സ്മോൾ ചേഞ്ച് പ്രൈസിൽ വരുമ്പോൾ തന്നെ വൻ തോതിൽ ഡിമാൻഡിൽ ചേഞ്ച് വരുന്നതിനാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനോട് കൂടിയിട്ട് അതിൻ്റെ ഷേപ്പ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഉണ്ട്. ഇവിടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കമ്മോഡിറ്റി ഡസൻ ചേഞ്ച്. ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി കുറയുന്നില്ല. അതിൻ്റെ പ്രൈസ് എന്ത് തന്നെ മാറ്റം വന്നാലും അതിൻ്റെ ഡിമാൻഡിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ഇതിനാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഗ്രേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് വന്നാലും നോ ചേഞ്ച് ഇൻ ഡിമാൻഡാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ 0 ആണ് അവിടെ. ഈ എന്ന് പറയുന്നത് 0 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇതും ഒരു ഇമാജിനറി ഡിമാൻഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വെർട്ടിക്കൽ ഷേപ്പിൽ വരുന്ന പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗിവൺ പെർസെൻറ്റേജ് ചേഞ്ച് പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ടായിരിക്കും ഡിമാൻഡിലും വ്യത്യാസം വരിക. അതാണ് ഒരേപോലെ ആയിരിക്കും രണ്ടിലും മാറ്റം വരിക. ഇതിനാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് 5% വില കൂടെയാണ് ഒരു കമ്മോഡിറ്റി എങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൃത്യമായിട്ട് 5% തന്നെ കുറയുക. അതാണ് ഈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. കാരണം സെയിം അളവിലാണ് മാറ്റം വരുന്നത്. 5% വില കൂടുമ്പം 5% തന്നെ ഡിമാൻഡ് കുറയുകയെന്ന് വെച്ചാൽ അതിനാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്നുള്ള ഷേപ്പാണ് ഇവിടെ പറയുന്നത്. യൂണിറ്ററി ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് പറയും. ഇനി 4ാമത്തെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇവിടെ വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ പ്രൈസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും ഇരട്ടി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആയിട്ടായിരിക്കും ക്വാണ്ടിറ്റിയിൽ അത് അഫക്റ്റ് ചെയ്യുക. ഇതിനാണ് ഇലാസ്റ്റിക് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് 5% ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് അങ്ങോട്ട് കൂടുമ്പോൾ അതിൻ്റെ ഇരട്ടി പറയുമ്പോൾ 10% ആയിരിക്കും ഡിമാൻഡ് കുറയുന്നുണ്ടാവുക. അപ്പോൾ ചെറിയ ഒരു ചേഞ്ചാണ് വരുന്നതെങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയതും എന്നാൽ വളരെയധികം വ്യത്യസ്തമായിട്ടൊരു ഇത്, അതിനെയാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ വെരി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്ന് പറയുമ്പം എന്താണ് ലെസ് ദാൻ 1 ആയിരിക്കും ഈ എന്ന് പറയുന്നത്. ഇനി 5ാമത്തെയാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് പറയുമ്പോൾ സെമി വെർട്ടിക്കലാണ് വരുന്നത്. ഇവിടെ ചേഞ്ചസ് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇവിടെ എന്താണ് പ്രൈസിൽ വരുന്ന ചേഞ്ച് എത്രയാണോ അതിനേക്കാൾ കുറവായിട്ടായിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ്. മറ്റേത് എന്താണെന്ന് വെച്ചാൽ പ്രൈസിൽ വരുന്ന ചേഞ്ച് വരുമ്പോൾ വൻ തോതിലൊരു മാറ്റമാണ് അവിടെ വരുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ 5% പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ 10% അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 10% പ്രൈസ് ഇൻക്രീസ് ആയപ്പോൾ 5% ഡിമാൻഡ് മാത്രമാണ് കുറയുന്നത്. പകുതിയായിട്ട് ഉണ്ടാവുക. അതിനെയാണ് പറയുന്നത്. ഇനി ഇതൊക്കെ മെഷർമെൻ്റ് ഉണ്ട്. ഇതിൽ പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡാണ്. എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഡിമാൻഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ അതിനനുസരിച്ചുള്ള പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആയിരിക്കും പ്രൈസിൽ ഉണ്ടായിരിക്കുക. എക്കണോമിക്സിൽ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. ജസ്റ്റ് ആ മെത്തേഡ് മാത്രം ഒന്ന് പറയുക. പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. ഇവിടെ എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് മാർഷലാണ്. ഈ ഒരു മെത്തേഡ് പ്രകാരം എലാസ്റ്റിസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? എസ്റ്റിമേറ്റിംഗ് ദ ചേഞ്ചസ് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ക്വാണ്ടിറ്റിയും പ്രൈസും ചേഞ്ച് ചെയ്തതിനനുസരിച്ച് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കുന്നത്. ഇനി നെക്സ്റ്റ്
ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ് ജോമെട്രിക് പോയിന്റ് മെത്തേഡ്. ജോമെട്രിക് പോയിന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡും ഡെവലപ്പ് ചെയ്ത് മാർഷലാണ്. ഇവിടെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിനനുസരിച്ച് വളരെ ചെറിയൊരു മാറ്റം മാത്രമാണ് പ്രൈസിൽ ഉണ്ടാവുള്ളൂ. ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ചേഞ്ച് ആയിക്കഴിഞ്ഞാലും ചെറിയ തോതിൽ മാത്രം അത് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന മെത്തേഡിനാണ് ജോമെട്രിക് പോയിന്റ് മെത്തേഡ്. അതായത് ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡ് ബൈ അപ്പർ സെക്ഷനാണ് അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുക ആർക്ക് മെത്തേഡാണ്. ആർക്ക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്ലിക്കബിൾ ആവുന്ന ഇപ്പോൾ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ച് പ്രൈസിലും ഡിമാൻഡിലും വരുമ്പോൾ മാത്രമാണ് ആർക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. കാരണം പ്രൈസിൽ വരുന്ന ചേഞ്ച് ഡിമാൻഡിൽ വൻതോതിൽ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ എലാസ്റ്റിസിറ്റി ഇവിടെ നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല ആ ഒരു ഡിമാൻഡ് കർവിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ. അപ്പോൾ ഇതിൽ ആർക്ക് മെത്തേഡാണ് യൂസ് ചെയ്യുക ഇലാസ്റ്റിസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ രണ്ട് പോയിന്റിനിടയിലുള്ള ആ ഒരു ഷേപ്പാണ് അവിടെ പറയുന്നത്. ഇത്രയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തതാണ് ഇപ്പം നമ്മളിവിടെ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് നോക്കുന്നത്. അതിൽ പ്രൈസിൽ തന്നെയാണ് ഇപ്പോൾ 5 എണ്ണം കഴിഞ്ഞത്. ഇനി ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പം അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ ഇൻകത്തിൻ്റെ ബേസിലായിരിക്കും അവിടെ പറയുന്നുണ്ടാവുക. ഇൻകം ഇലാസ്റ്റിസിറ്റി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണോ ആ ചേഞ്ച് വന്നതിന് ഡിവൈഡ് ബൈ അതിൻ്റെ ഇൻകത്തിൽ വരുന്ന ചേഞ്ച്, അതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഈ ഇൻകം ഇലാസ്റ്റിസിറ്റിനെ 3ആയിട്ട് പറയുന്നുണ്ട്. സീറോ ഇൻകം ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ചേഞ്ച് ഇൻ ഇൻകം, എത്ര നമ്മുടെ ഇൻകത്തിൽ മാറ്റം വന്നാലും നമ്മൾ വാങ്ങുന്ന ക്വാണ്ടിറ്റിക്ക് യാതൊരു വ്യത്യാസവും വരില്ല. അപ്പം നമുക്ക് സാലറി കൂടി പറഞ്ഞിട്ട് നമ്മൾ 10 കിലോ ഉപ്പ് വാങ്ങില്ല. അപ്പോൾ അതാണ് സീറോ ഇൻകം. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കൂടും പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ നിന്നൊക്കെ കുറയും. ഇതൊക്കെ ഇൻറ്റീരിയർ ഗുഡ്സിൻ്റെ കേസിലാണ് അതൊക്കെ വരുന്നത്. പിന്നെ പോസിറ്റീവ് ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതും അത് കൂടുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ പറയുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനൊക്കെ എടുക്കാം, ഫോർകാസ്റ്റ് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം ഗുഡ്സ്, അതൊക്കെയാണ്. പിന്നെ വരുന്നതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് ഒരു കമ്മോഡിറ്റിയുടെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ച് കൊണ്ടാണ്. അതിനെയാണ് ക്രോസ് ഇലാസ്റ്റിക് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എത്രയാണോ ഡിമാൻഡ് ചെയ്യുന്നത് ഡിവൈഡ് ബൈ അതിൻ്റെ പ്രൈസ്, അതായത് എ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ വരുന്ന ചേഞ്ച് ഡിവൈഡ് ബൈ ബി എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വരുന്ന ചേഞ്ചിനെയാണ് ക്രോസ്. കാരണം രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. എടുക്കുന്ന രണ്ട് വേരിയബിൾസും രണ്ട് ഐറ്റംസ് ആയിട്ടാണ് എടുക്കുക. ഒന്നിൻ്റെ വില കൂടുന്നത് കൊണ്ട് ചിലപ്പോൾ മറ്റുന്നത് വാങ്ങുന്നത് ഒന്ന് കൂടിക്കൊണ്ട് പോവുകയാണെന്ന് വെച്ചാൽ നമ്മളത് വാങ്ങാതെ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് വരുന്നത്. ഇനി അതിൻ്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി തന്നെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, സീറോ ഉണ്ട്. കാരണം പ്രൈസ് ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് അവിടെ കൂടുമ്പം എന്താണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പം അതേ സമയം ഇത് വാങ്ങാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബി എന്ന് പറഞ്ഞ ഗുഡ്സ് ആയിരിക്കും നമുക്ക് അവൈലബിൾ എങ്കിൽ അത് വാങ്ങും. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് അവിടെ കൂടുകയാണ്. ഇതിനാണ് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. കാരണം സബ്സ്റ്റിറ്റ്യൂട്ടിനൊക്കെയാണ് ഇത് വരിക. നെഗറ്റീവ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്നു, അപ്പോൾ മറ്റേ ഗുഡ്സിൻ്റെ ഡിമാൻഡ് അവിടെ കുറയുന്നു. ഇതിനാണ് നെഗറ്റീവ് ക്രോസ് എന്ന് പറയുന്നത്. അതായത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പെന്നും ഇങ്കും നേരത്തെ പറഞ്ഞ പോലെ. സീറോ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും പ്രൈസിൽ വന്നാലും അതൊന്നും മറ്റേതിൻ്റെ ഗുഡ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കിതിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അതേപോലെ തന്നെ സപ്ലൈ ഒക്കെയാണ്. ഇനി ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര മാത്രം ഡിമാൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാം, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിന് ഇതേ മോഡലൊന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതിയാവും. എന്നാൽ തന്നെ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്